ഓണത്തിന് നമുക്കൊരു നല്ലൊരു ഫേസ് പാക്ക് ഇട്ടാലോ? പുറത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകണ്ടേ, അപ്പോൾ ദിവസം ഇതുപോലത്തെ പാക്ക്, ഇത് നല്ല പാക്കാണ്, അപ്പോൾ ദിവസം പാക്ക് ഇടാൻ പറ്റും. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് പാലെടുത്ത് അതിലേക്ക് ഒരു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ 1 സ്പൂൺ എടുത്ത് അതിലേക്ക് ലേശം മുൾത്താണി മട്ടി 1 സ്പൂൺ എടുത്ത് നല്ല കുറുക്കി എടുക്കുക. എന്നിട്ട് കുറുക്കി അത് ചൂടാറിയതിന് ശേഷം നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. പുറത്ത് പോകുമ്പോൾ ദിവസം ഇത് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് പാക്ക് ഇടാൻ തുടങ്ങാം. നമ്മുടെ പാക്കെല്ലാം റെഡിയായി ഈ ഒരു ലെവലിൽ വേണം കേട്ടോ. പിന്നെ അതുമല്ല ഇത് നല്ലോണം ചൂടാറിയ ഇത് നമുക്ക് മുഖം കഴുകിയിട്ട് വേണം ഉപയോഗിക്കാൻ. അപ്പോൾ മുഖമൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിടാം, ഫുള്ളായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാം. ഇത് മുൾത്താണി മിട്ടിയും എല്ലാം കൂടിയിട്ടായതുകൊണ്ട് നല്ല ഗ്ലോ വരാൻ നല്ലതാണ്. പെട്ടെന്ന് പുറത്ത് പോകുമ്പോൾ നമുക്ക് കളർ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ലൊരു പാക്കാണ്. കോഫി നമ്മുടെ ടാനെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അത് ഇൻസ്റ്റൻറ്റ് കോഫി തന്നെ വേണം. പിന്നെ നമ്മുടെ മുൾത്താണി മിട്ടി നല്ല ഗ്ലോ വരാൻ വേണ്ടിയിട്ട് മുൾത്താണി മിട്ടി നല്ലതാണ്. പാല് പറഞ്ഞാൽ നമ്മുടെ ഒരു ക്ലെൻസിങ്ങിനും പാല് നല്ലതാണ്. അപ്പോൾ നമുക്കിത് ചെയ്യാം. ഇത് നമുക്ക് മുഖത്ത് എല്ലായിടത്തും ഇടാൻ നോക്കാം. വേറെ കഴുത്തിൽ എന്തായാലും ഇടണം. എന്താണെന്ന് വെച്ചാൽ കഴുത്തിലിടുമ്പോഴാണ്, അല്ലെങ്കിൽ വേറെ കളർ വരും. അപ്പോൾ എപ്പോഴും പാക്കുകൾ ഇടുമ്പോൾ ഒരേപോലെ മുഖത്തും കഴുത്തിലും എല്ലാം ഇടാൻ നോക്കണം കേട്ടോ. ഇതൊന്ന് ഇട്ട് നോക്കിയാട്ടെ, നല്ല കളർ വരും കേട്ടോ. പിന്നെ ഇത് നമ്മൾ പെട്ടെന്ന് പുറത്ത് പോകണമെന്ന് ഉണ്ടെങ്കിൽ ഈ ഒരു പാക്ക് വേഗം ചെയ്തിട്ട് പോകാൻ നല്ല എളുപ്പത്തിലുള്ളൊരു പാക്കുമാണ്, വളരെ എളുപ്പമാണ്, നമുക്ക് വേഗം ചെയ്തിട്ട് പോകാനും പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഓണമൊക്കെ അല്ലേ, അപ്പോൾ ഓണത്തിന് ഉള്ളൊരു ഫേഷ്യലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ഇതൊരു 20 മിനിറ്റ് നമുക്ക് നമ്മുടെ മുഖത്ത് ഇങ്ങനെ വയ്ക്കാം. മുഖത്ത് എല്ലാ ഭാഗത്തും വയ്ക്കാം കേട്ടോ. കണ്ണിൻ്റെ ഇവിടെ ഒന്നും വയ്ക്കണോണ്ടൊന്നും ഒരു കുഴപ്പമില്ല. കണ്ണിൻ്റെ തടത്തലും എല്ലായിടത്ത് നമുക്കിതൊരു 20 മിനിറ്റ് വയ്ക്കാം. ഇത് പിന്നെ ഇങ്ങനെ പാക്കൊക്കെ ഇടുമ്പോൾ എന്ന് പറഞ്ഞാൽ സംസാരിക്കരുത്. ഞാനിപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ പാക്കൊന്ന് ഉണങ്ങട്ടെ. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഉണങ്ങിയിട്ട് വരാം. 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ കുറച്ച് ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെയും ഒരു ലെയറും കൂടെ ഇതിലിട്ട് ഇടാം കേട്ടോ. നല്ലോണം എവിടേക്കാണോ നമുക്ക് പുറത്ത് പോയിട്ട് വന്നിട്ടുള്ള അങ്ങനെ വെയിലൊക്കെ കൊണ്ടിട്ടുള്ള ടാനൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ 2 കവിളിൻ്റെ ഈ സൈഡുകളിലൊക്കെ വീണ്ടും കുറച്ചും കൂടെ ഒന്ന് ഇട്ട് വയ്ക്കാം. നല്ല കട്ടിക്ക് തന്നെ ഇരുന്നോട്ടെ. വെയിൽ കൊണ്ടിട്ടുള്ള കരിവാളിപ്പം മാറാൻ ബെസ്റ്റ് റെമഡിയാണിത്. അപ്പോൾ കഴുത്തിലിടാൻ മറക്കരുത്, കഴുത്തിലിടണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കഴുത്തിലിട്ട് കഴിഞ്ഞാൽ എനിക്കൊരു കുളിക്കാൻ പോകുമ്പോഴാണെങ്കിൽ കുഴപ്പമില്ല. എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിതിപ്പോൾ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. അല്ലെങ്കിൽ കഴുത്തിൽ നമ്മളിതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഭാഗത്തൊക്കെ നല്ലോണം ഇടണം. അപ്പോഴാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ കളറ് 2 കളറും ഒരു കളറായിട്ട് വരുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ വേറെ കളർ വരും. അപ്പോൾ ഇത് ഒന്നുകൂടി ഉണങ്ങിയിട്ട് വരുന്നവരെ കാത്തിരിക്കാം. അപ്പോൾ നമ്മുടെ പാക്കൊക്കെ ഏകദേശം ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ ഐസ് ഇട്ടിട്ട് അതുകൊണ്ടാണ് ഞാൻ തുടയ്ക്കണത്. അതാ കേട്ടോ. ഇത് എന്തായാലും ഞാൻ പുറത്തുനിന്ന് കഴുകുന്നില്ല, നിങ്ങൾക്ക് കാണിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ നിന്ന് തന്നെ കാണിക്കുന്നത് കേട്ടോ. നല്ല മാറ്റം ഉണ്ടോയെന്ന് നിങ്ങൾ നേരിട്ടറിയണം എന്ന് വിചാരിച്ചിട്ടാണ്. മുഖമെല്ലാം നല്ല ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല തുടുക്കും കേട്ടോ. അതുകൊണ്ട് ഇത് ഈ പാക്ക് എല്ലാവരും ഇട്ട് നോക്കുക. നല്ല ഓണമൊക്കെ അല്ലേ, അപ്പോൾ ഓണത്തിന് നല്ല അടിച്ച് മിനിച്ച് നമുക്ക് ആഘോഷിക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് പാക്ക് എന്തായാലും ഇട്ട് നോക്കുക. ഇതിൻ്റെ കമൻറ്റ് എന്തായാലും എനിക്ക് റിസൾട്ട് കാണിച്ച് തരണം കേട്ടോ. ഇത് നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞിട്ട് വളരെയധികം നല്ല എഫക്റ്റുള്ളൊരു പാക്കാണ്. കണ്ടോ, മുഖത്തിൻ്റെ കളറ് കണ്ടോ, വളരെയധികം നല്ലതാണ്. നല്ല കളറ്, നല്ല
നല്ലൊരു എന്താ പറയണ്ടേ, നല്ലൊരു പിങ്ക് പോലത്തെ അടിക്കുന്നില്ലേ. ഫുള്ളായിട്ട് കാണിച്ചാൽ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് നേരിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ നിങ്ങളുടെ മുന്നിൽ നിന്ന് തന്നെ കാണിച്ചത് കേട്ടോ. ഇത് എന്തായാലും വിശ്വാസമായിട്ടില്ലേ, വളരെയധികം സൂപ്പർ ഫേഷ്യലാണ്. നല്ലൊരു പാക്കാണ്. ഇത് ഞാനൊന്ന് നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വരാം കേട്ടോ, എന്നിട്ട് കാണിച്ചു തരാം എത്രത്തോളം കളറുണ്ട്. അപ്പോൾ നല്ല വൃത്തിക്ക് നമ്മൾ എപ്പോഴും നമ്മൾ കുളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ആ തോർത്തൊന്നും മുഖത്ത് ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളൊന്നില്ലെങ്കിൽ ഒരു ടവല്, മുഖം കഴുകാൻ മാത്രമായിട്ട് ഒരു ടവലോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കണം. അല്ലെങ്കിൽ മുഖത്ത് കുരു ഒക്കെ വരാൻ സാധ്യതയുള്ളത് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ മുഖത്ത് ഉപയോഗിക്കുന്നത് മേല് കഴുകിയിട്ട് മേല് തുടയ്ക്കാൻ ഉപയോഗിക്കുന്നതിനെ കൊണ്ട് ഒരിക്കലും മുഖം തുടയ്ക്കരുത്. അപ്പോൾ നമ്മുടെ ഫേഷ്യൽ റെഡി. കളറുണ്ടോ നോക്കി, നല്ല ഗ്ലോ, എനിക്ക് നല്ല മാറ്റം തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിതുപോലെ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടിൻ്റെ കമൻറ്റ് നിങ്ങൾ താഴെ കൊടുക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.